ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ ചില സ്ഥലങ്ങളിൽ ചില വീടിൻ്റെയൊക്കെ പഴയ വീടുകളിൽ ബാത്റൂമുകളിൽ അല്ലെങ്കിൽ നമ്മൾ കിച്ചണിൻ്റെ ഏരിയയിലൊക്കെ ചെല്ലുന്ന സമയത്ത് ടൈലൊട്ടിച്ച സ്ഥലങ്ങളിലായിരിക്കും നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. ആ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുന്ന സമയത്ത് നമ്മൾ സ്വിച്ച് ബോർഡുകൾ ചെതൽ പിടിച്ച് പോവുകയോ ഒക്കെ മാറ്റി പിടിപ്പിക്കേണ്ട ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ അവിടെ അഴിച്ച് എടുക്കുന്ന സ്വിച്ച് ബോർഡ് ചിലപ്പോൾ മരത്തിൻ്റെ ആയിരിക്കും. ആ സ്വിച്ച് ബോർഡ് അഴിച്ച് മാറ്റി കഴിയുമ്പോൾ നമുക്ക് അവിടെ മെറ്റൽ ബോക്സ് കൊടുക്കാൻ സാധിക്കാറില്ല. മെറ്റൽ ബോക്സോ എസ്എസിൻ്റെ ബോക്സോ കൊടുക്കാൻ സാധിക്കാറില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എക്സസിൻ്റെ ബോക്സുകൾ എന്ന് വെച്ചാൽ കുറച്ചുകൂടി ചെറുതായിരിക്കും. PVC ബോക്സും അതുപോലെ തന്നെ മരത്തിൻ്റെ ബോക്സുകളും കുറച്ചൊരു വലിപ്പമുള്ളതായിരിക്കും. അപ്പോൾ അതിലേക്ക് എങ്ങനെ കൊടുക്കാമെന്നും സൂട്ടാവുന്ന മെറ്റൽസും ഏതാണ്, സ്വിച്ച് ബോർഡ് ഏതെന്നാണ് ഫുൾ ഡീറ്റെയിൽ ആണ് ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ PVC ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മെഷർമെൻറ്റ് ആദ്യമേ തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മെഷർമെൻറ്റ് ആദ്യം തന്നെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ അകത്ത് 8x4 കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടോ. 8x4 PVC ബോക്സാണ് ഇത് വരുന്നത്. 8x4 എന്ന് പറയുന്നത് 8 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയും വരുന്ന ബോക്സാണിത്. അതായത് 8 ഇഞ്ച് നീളം 4 ഇഞ്ച് വീതി, അതിനാണ് 8x4 ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ 8x4 എത്ര സ്വിച്ച് ഇരിക്കുന്നത് കറക്റ്റായിട്ട് നമുക്ക് ആദ്യമേ തന്നെ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പ്ലേറ്റാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത്. 8x4 ഇരിക്കുന്ന ഷീറ്റ് നമ്മൾ ഗോൾഡ് മെഡലിൻ്റെ എയർ എന്ന മോഡലാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് 6 മോഡുകളാണ് നമുക്ക് നടക്കുന്നത്. കണ്ടോ, കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. 6 മോഡ്യൂൾ പ്ലേറ്റ് എന്ന് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 8x4 8 ഇഞ്ച് നീളത്തിൽ 4 ഇരിക്കുന്നതിന് 6ൻ്റെ പ്ലേറ്റ്, 6 മോഡ്യൂളിൻ്റെ പ്ലേറ്റ് മാത്രമേ നമുക്ക് അതിൻ്റെ സൂട്ടാവുള്ളൂ. 6 മോഡ്യൂൾ എന്ന് ഉദ്ദേശിച്ചാൽ 6 സ്വിച്ച്, ഒരു മോഡ്യൂൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സ്വിച്ചിനെയാണ്. അപ്പോൾ 6 സ്വിച്ച് വരുന്ന രീതിയിലുള്ള പ്ലേറ്റ് മാത്രമേ ഇതിൻ്റെ അകത്ത് സൂട്ടാവുള്ളൂ. ബാക്കി 7 മോഡ്യൂൾ 8 മോഡ്യൂളാകുമ്പോൾ സൈഡിൽ പോയി തട്ടാനും അടയ്ക്കാനുള്ള ചാൻസസും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് 6 മോഡ്യൂളുടെ സ്വിച്ച് നമുക്ക് ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ 8x4 നമുക്ക് 6 മോഡ്യൂളുടെ ഷീറ്റാണ് മാക്സിമം നമുക്ക് കൊടുക്കാവുന്നത്. അതായത് ഷീറ്റിനേക്കാൾ കുറച്ചുകൂടി ഒരു 2 സ്വിച്ചിനുള്ള കുറവ് എന്ന രീതിയിൽ വേണം നമുക്ക് എടുക്കാനായിട്ട് PVC ബോക്സ് മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത്. ഇനി ഒരു മോഡ്യൂൾ എന്ന് വെച്ചാൽ ഒരു സ്വിച്ചാണ് വരുന്നത്. 2 മോഡ്യൂൾ എന്ന് പറയുന്ന സമയത്ത് ഒരു പ്ലഗ് സോക്കറ്റ് വരികയാണെങ്കിൽ 2 മോഡ്യൂളായിട്ടാണ് കണക്കാക്കുന്നത്. ഇത് ആ എയറിൻ്റെ തന്നെ 2 മോഡൽസാണ് വരുന്നത്. അതിൻ്റെ അകത്ത് വരുന്ന ഇന്നർ പ്ലേറ്റും ഉണ്ട്, ഔട്ടർ പ്ലേറ്റും ഉണ്ട്. ഇന്നർ പ്ലേറ്റാണ് ഈ കാണുന്ന ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത്. ഇതാണ് നമ്മൾ ഈ PVC ബോക്സിലേക്ക് നമ്മൾ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കണ്ടോ, കാണുന്ന 6 ഹോളുകൾ കാണാൻ സാധിക്കും. 2, 4, 6 ഏത് ഹോളിൽ വേണമെങ്കിലും നമുക്ക് കറക്റ്റ് ചെയ്ത് സ്ക്രൂ ചെയ്തതിന് ശേഷമാണ് ഈ ഔട്ടർ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് ഫില്ല് ചെയ്യണം. അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മോഡുലാർ ടൈപ്പ് സ്വിച്ചുകൾ തന്നെ യൂസ് ചെയ്തിട്ട് നമുക്കിത് സാധാരണ മോഡുലാർ ടൈപ്പ് തന്നെയായിട്ട് ഫീൽ ചെയ്യും. നമ്മുടെ ഷീറ്റും കാര്യങ്ങളൊക്കെ മോഡുലാർ ടൈപ്പ് തന്നെയാണ്. ഇതാണ് അതിൻ്റെ സ്വിച്ച് വരുന്നത്. എയർ എന്ന് പറയുന്ന മോഡലാണ് വരുന്നത്. ഗോൾഡ് മെഡലിൻ്റെ എയർ എന്ന മോഡൽ. ഇതാണ് അതിൻ്റെ പ്ലഗ് സോക്കറ്റ് വരുന്നത്. ഈ പ്ലഗ് സോക്കറ്റ് 2 മോഡുകളാണ് വരുന്നത്. ഒരു സ്വിച്ച് ഒരു മോഡുകളാണ് വരുന്നത്. ഇനിയുള്ളത് നമുക്ക് ആവശ്യമായ രീതിയിൽ എവിടെയാണോ നമ്മൾ സ്വിച്ച് ബോർഡുകൾ അഴിച്ചെടുക്കുന്നത്, ആ അഴിച്ചെടുക്കുന്ന സ്വിച്ച് ബോർഡുകളിലേക്ക് കറക്റ്റ് എത്ര സ്വിച്ച് ഉണ്ട്, എത്ര പ്ലഗ് ഉണ്ട്, ഇനി റെഗുലേറ്റർ ഉണ്ടോ, എത്ര കറക്റ്റ് ചെയ്ത് മെഷർ ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം അത് കറക്റ്റ് ചെയ്ത് അതിലേക്ക് മാറ്റി വെച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് ഈ പഴയ സ്വിച്ച് ബോർഡുകൾ മാറ്റി പുതിയ സ്വിച്ച് ബോർഡുകളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജ് വരുന്നത്. 2 ലെയർ വരുന്നുണ്ട്. നമുക്ക് എയറിൻ്റെ തന്നെ മോഡുലാർ ടൈപ്പ്, നമ്മുടെ മെറ്റൽ ബോക്സിനും വരുന്ന ടൈപ്പുണ്ട്. എയറിൻ്റെ തന്നെ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ മെറ്റൽ ബോക്സിൽ ഉപയോഗിക്കുന്ന ഷീറ്റ് എന്ന് പറയുന്നത് ഇതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പം കുറവായിരിക്കും. ഈ മോഡലിൽ തന്നെ എയർ സെപ്പറേറ്റ് നമ്മൾ പറഞ്ഞ് വേണം വാങ്ങിക്കാനായിട്ട്. PVC ബോക്സിൽ വെക്കുന്ന ബോക്സാണ് എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ഷീറ്റ് വാങ്ങിക്കാനായിട്ട്. സാധാരണയേക്കാൾ കുറച്ചുകൂടി ചെറുതായിരിക്കും നമ്മുടെ മെറ്റൽ ബോക്സിൽ വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജ് വരുന്നത്. കണ്ടോ, 2 പ്ലഗ് സോക്കറ്റ് നമ്മൾ ഈ സൈഡിലേക്ക് ഇട്ട് കൊടുത്തു, പിന്നെ ഒരു സ്വിച്ച് കൂടി ഇട്ട് കൊടുത്തു, പിന്നെ ഒരു ട്യൂബ് സ്വിച്ച് അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഇനി 2 സ്വിച്ച് കൂടി ഇടാനുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ പ്ലഗ് വരുമ്പോൾ 2 മോഡുകൾ, ഒരു സ്വിച്ച് വരുമ്പോൾ ഒരു മോഡുകൾ, ഇപ്പുറത്തെ സ്വിച്ച് വരുമ്പോൾ ഒരു മോഡുകൾ, 4 മോഡുകൾ ഇപ്പോൾ ആയി കഴിഞ്ഞു. ഇനി 2 സ്വിച്ച് കൂടി അതിൻ്റെ അകത്ത് ഇട്ട് കഴിയുമ്പോൾ 6 മോഡുകൾ. ഇങ്ങനെയാണ് മോഡുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഫുൾ ഡീറ്റെയിൽ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.